അബുദാബി എയർപോർട്ടിലെ ടെർമിനൽ 1-ലാണുള്ളത്. അപ്പോൾ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. 11 മണിയുടെ ഫ്ലൈറ്റിന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് 9:45. ഞങ്ങളിപ്പോൾ 3 ആളായിട്ടാണ്. 1, 2, 3. അയാൻ, അസീൻ, then the new one is അലൻ. യെസ്. ഞങ്ങളിങ്ങനെ മഴ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെവിടെയെന്നറിയോ? ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ. വേർ വി ആർ ഇൻ കേരള. പാടൂർ. നാട്ടിലേക്ക് പോകുന്ന എല്ലാ സുഹൃത്തുക്കളും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു രജിസ്ട്രേഷനാണ് എയർ സുവിധയുടെ രജിസ്ട്രേഷൻ. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് സെപ്പറേറ്റ് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ സെൽഫ് ഡിക്ലറേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ ചെയ്ത് അതിൻ്റെ 2 പ്രിൻ്റ് കയ്യിൽ വെക്കുക. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ പുതിയ നിയമപ്രകാരം 72 hours വാലിഡിറ്റിയുള്ള ഒരു നെഗറ്റീവ് PCR ടെസ്റ്റിൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതും 2 കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ അല്പം വൈകിയാണ് എയർപോർട്ടിൽ എത്തിയെങ്കിലും അൽഹംദുലില്ലാ എയർ ഇന്ത്യയുടെ സ്റ്റാഫ് വളരെ നല്ല സ്റ്റാഫുകളായിരുന്നു. നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നു. അങ്ങനെ എമിഗ്രേഷനും കഴിഞ്ഞ് ഫ്ലൈറ്റിലോട്ട് കയറി. ഇനിയുള്ള കാര്യങ്ങൾ പുറകെ. In an emergency, the flight will light up and guide you to your nearest exit. Oxygen masks are located above your seats. They will drop automatically in the event of a sudden fall pressure. Cabin pressure to start. The floor oxygen. ഫ്ലൈറ്റ് യാത്രയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അതിൻ്റെ ടേക്ക് ഓഫ് ടൈം എന്ന് പറയുന്നത്. താഴെയുള്ള കാഴ്ചകളും കണ്ട് ആ ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങുന്ന ആ ഒരു കാഴ്ച എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഫ്ലൈറ്റ് ഒന്ന് സ്റ്റേബിളായതിനു ശേഷം നമ്മളുടെ വിശപ്പൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സ്നാക്ക് ബോക്സ് അവർ കൊണ്ടുവന്നു. അത്യാവശ്യം ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണം അതിലുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചു. ആരും ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിന് കഴിക്കുന്നതുകൊണ്ടോ മറ്റുള്ളതുകൊണ്ടൊന്നും. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ മുഹൂർത്തം എത്തി. കാലിക്കറ്റ് എയർപോർട്ടിലെ ഫ്ലൈറ്റ് ഇതാ ഇറങ്ങുകയാണ്. ലാൻഡിങ്ങിന് വേണ്ടി എല്ലാവരും റെഡിയായിരിക്കും. We have landed safely in Calicut Airport. ഞാനും എൻ്റെ ആളും പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അബുദാബിയിൽ നിന്ന് എങ്ങനെ കാലിക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കൊറോണ കാലത്ത് 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ 3 ആളായിട്ടാണ്. 1, 2, 3. അയാൻ, അസീൻ, then the new one is അലൻ. യെസ്. കാലിക്കറ്റ് എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് നമുക്കൊരു ടെമ്പറേച്ചർ സ്ക്രീനിങ് ഉണ്ട്. ആ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് കിടക്കും. അവിടെ ഒരു മാനുവലായിട്ടൊരു ഫോം സൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓരോ പാസഞ്ചേഴ്സിൻ്റെയും അഡ്രസ്സ് നമ്മൾ ഡീറ്റെയിൽസും അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എയർ സുവിധ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും നമുക്കവിടെ കൊടുക്കാം. അങ്ങനെ എമിഗ്രേഷനും കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് എത്തിയിരിക്കുകയാണ്. വീട്ടിലേക്കുള്ള പ്രീപെയ്ഡ് ടാക്സി നമ്മൾ ഇവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നാട്ടിലെത്തിയിട്ടേ ഈ സ്ട്രോളർ ഇങ്ങനെ തള്ളി പുറത്തേക്ക് പോകണ ആ ഒരു രംഗമുണ്ടല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും. അതൊരു ഭയങ്കര ഒരു ഫീലാണ്. അടിപൊളി. ക്വാറന്റൈനും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. നാട്ടിലെത്തി 7ാമത്തെ ദിവസം നമ്മളൊരു PCR ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ ടെസ്റ്റ് എടുത്ത് അതിൽ നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ നമ്മളുടെ ക്വാറന്റൈൻ അതോടുകൂടി കഴിയുകയാണ്. അതുമുതൽ നമ്മളുടെ നാട്ടിലുള്ള ലൈഫ് തുടങ്ങുകയാണ്. നമ്മളുടെ ടിക്കറ്റ്, അതായത് മുൻകൂട്ടി നമ്മൾ ട്രാവൽ പ്ലാൻ ചെയ്തിട്ട് നാട്ടിലേക്ക് ബുക്ക് ചെയ്തിട്ട് അത് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഫ്ലൈറ്റ് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് നമുക്ക് വരാൻ പറ്റില്ല. അങ്ങനത്തെ ടിക്കറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്.
ഞാൻ ഇതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ഇവർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സെയിം ടിക്കറ്റാണ് ഞാൻ യൂട്ടിലൈസ് ചെയ്തത്. അതിന് ഫെയർ ഡിഫറൻസ് മാത്രം കൊടുത്തു. അതായത് 31 മാർച്ച് 2021 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെങ്കിൽ എയർ ഇന്ത്യ അവരുടെ ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. അതായത് ആ സെയിം ടിക്കറ്റിൻ്റെ ഫെയർ ഡിഫറൻസ് മാത്രം കൊടുത്തിട്ട് നമുക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഒരു ന്യൂ ബോൺ ബേബി ആയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നോക്കണം? ഓക്കെ, മാക്സിമം കവർ. അപ്പോൾ അത് ഫ്ലൈറ്റ് ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലും എന്തൊക്കെ ബ്രസ്റ്റ് ഫീഡിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള ഫീഡിങ്ങോ, ബ്രസ്റ്റ് ഫീഡിംഗ് ആണോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കുകയാണോ, എന്താണ് നല്ലത്? എന്ത് ചെയ്താലും കുഴപ്പമില്ല, കുട്ടി എപ്പോഴും ഇങ്ങനെ സ്വാലോ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ നമുക്ക് വെള്ളം കൊടുക്കാം. ഓക്കെ, ഷോളിൻ്റെ ഇതുകൊണ്ട് ജസ്റ്റ് കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാം, അത്രമാത്രം. അത് ഉറങ്ങുന്ന സമയത്ത്. അല്ലാത്ത സമയത്ത് ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലും ബ്രസ്റ്റ് ഫീഡിങ്ങോ അല്ലെങ്കിൽ ബോട്ടിൽ ജസ്റ്റ് വെള്ളം കൊടുക്കുക, അതായത് ആ ചെവി അടയുന്നതിന് വേണ്ടി. സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും ഈ കൊറോണ കാലത്ത് അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇതുവരെ നമ്മളുടെ ക്വാറൻറ്റൈൻ കഴിഞ്ഞു, ടെസ്റ്റ് എടുത്തു, എല്ലാം നെഗറ്റീവ്, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഇപ്പോൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.